കൗള കിച്ചൺ മാജിക് സീസൺ 3യിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന്, നിങ്ങളും ഞങ്ങളും നമ്മളുടെ മത്സരാർത്ഥികളും എല്ലാവരും തന്നെ കാത്തിരുന്ന് ആ ഫൈനൽ റൗണ്ട് എത്തിയിരിക്കുകയാണ്. ഫൈനൽ റൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു മത്സരത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ക്ലൈമാക്സ് ആണ്. എത്രയോ ദിവസങ്ങളായി, എത്രയോ റൗണ്ട്സുകളിലൂടെ, ഒരുപാട് മത്സര സ്വഭാവമുള്ള റൗണ്ട്സുകളിലൂടെ ആകാംക്ഷാഭരിതരായി വളരെ ടെൻഷനോടുകൂടി ഓരോ മത്സരാർത്ഥിയും കടന്നുപോയി. ഈ യാത്രയിൽ ഏകദേശം അവസാന സമയം വരെയും എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ടുവേർഡ്സ് ദ എൻഡ്, അവസാന ഭാഗമായപ്പോൾ കുറച്ച് എലിമിനേഷൻ, പിന്നെ സെമി ഫൈനൽസ്, അതിൽ നിന്നും വീണ്ടും 2 പേർ എലിമിനേറ്റഡ് ആകുന്നു. അങ്ങനെ ഫൈനൽസിലേക്ക് 4 മത്സരാർത്ഥികൾ മാത്രം. അപ്പോൾ അവരുടെ കഴിവാണ് ഇനി മാറ്റുരയ്ക്കുന്നത്. ഏകദേശം എല്ലാവരും തന്നെ നല്ല കണ്ടസ്റ്റൻസ് ആയിരുന്നു. എങ്കിലും ചെറിയ ചെറിയ വ്യത്യാസത്തിലാണ് ഓരോരുത്തരും ഈ ഗെയിമിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു മത്സരത്തിൽ നിന്നും പുറത്താകുന്നത്. അപ്പോൾ 4 പേരും നല്ല രീതിയിൽ മത്സരിക്കാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു മത്സരമാണ് ഫൈനൽ റൗണ്ട് എന്ന് പറയുമ്പോൾ. സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്നത് പോലെ ഇത് റെസിപ്പി കൊടുത്തിട്ടുള്ളൊരു മത്സരമാണ്. അപ്പോൾ എല്ലാവർക്കും റെസിപ്പീസ് കൊടുക്കും, പാചകക്കുറിപ്പുകൾ കൊടുക്കും ഒരുപോലത്തെ. അത് നോക്കി അത് പഠിച്ച് അവർ പാചകം ചെയ്യും. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഫോളോ ദി ഇൻസ്ട്രക്ഷൻസ്. അതിലെന്താണോ പറഞ്ഞിരിക്കുന്നത് അത് അക്ഷരം പ്രതി പാലിക്കുക. അങ്ങനെ ചെയ്താൽ ആ മത്സരാർത്ഥിക്ക് ഏറ്റവും പെർഫെക്റ്റായിട്ട് പാചകം ചെയ്യാൻ പറ്റും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ അവരുടെ കഴിവ് എങ്ങനെയാണ് അവർ തെളിയിക്കുന്നതെന്ന് നോക്കാം. എന്തായാലും ഫൈനൽ മത്സരം കാണുക, ആസ്വദിക്കുക. വെൽക്കം ബാക്ക് ടു കൗള കിച്ചൺ മാജിക് സീസൺ 3. അങ്ങനെ നമ്മൾ സന്തോഷത്തോടു കൂടി ഫൈനൽ റൗണ്ട് ഫേസ് ചെയ്യാൻ പോവുകയാണ്. സന്തോഷമില്ല, ടെൻഷനാണ്. ഒരു ചിരിയൊക്കെ ഉണ്ടെങ്കിലും ടെൻഷനുള്ള ചിരിയാണ്. ഞങ്ങൾക്ക് ടെൻഷനില്ല, നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്യും എന്നുള്ളൊരു വിശ്വാസം. പ്രേക്ഷകരെല്ലാം ആകാംക്ഷാഭരിതരായി കാത്തിരിക്കുകയാണ്. ഇങ്ങനെ 4 പേര് കയറിയിരിക്കുകയാണ് ഫൈനൽസിലേക്ക്. ഈ 4 പേരിൽ ആരാണ് 1ാം സമ്മാനം വാങ്ങുന്നത്? 3 അല്ലേ? ഒരാൾ എന്തായാലും ഔട്ടാണ്. ഔട്ടെന്ന് പറയാൻ പറ്റില്ല, ഫൈനലിസ്റ്റായിട്ട് സമ്മാനം വാങ്ങണില്ല എന്നേ ഉള്ളൂ. എന്തായാലും ബാക്കിയുള്ളവരെക്കാട്ടിലും മേളിൽ വന്നില്ലേ. അപ്പോൾ 1, 2, 3 ഫസ്റ്റിനെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. സെക്കൻഡ് ആൻഡ് തേർഡ് സാധാരണയായിട്ട് ഈ ഒരു മത്സരത്തിൽ ചെയ്യുന്നത് പോലെ ഒരു റെസിപ്പി റൗണ്ടാണ്. എല്ലാവർക്കും ഒരേ പാചകക്കുറിപ്പുകൾ തരുന്നു. 2 കുറിപ്പുകൾ ഉണ്ടാവും. 2 റെസിപ്പീസ്. അതിലെന്താണോ എഴുതിയിരിക്കുന്നത് അത് അതുപോലെ ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അതിലേറ്റവും നന്നായിട്ട് ചെയ്യുന്നവർ ടൈമും കീപ്പ് ചെയ്യണം. നന്നായി ചെയ്യുന്ന ആൾക്കാണ് സമ്മാനം. ഇത് കഴിഞ്ഞാൽ റൗണ്ട്സ് ഇല്ല, ദിസ് യുവർ ഫൈനൽ. അപ്പോൾ പ്ലീസ് ഗോ വിത്ത് ദ ടൈം. പ്രഷറൈസ് ചെയ്യുന്നില്ല. 1 അവർ സമയം തരുന്നതാണ്. ജസ്റ്റ് 1 അവർ. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് സമയം പാലിച്ച് തന്നെ പോകണം. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ, അതിനപ്പുറം ഇപ്പുറം ഇല്ല, അല്ലെങ്കിൽ ഈ റൺ ഔട്ട് ആകുന്ന പോലെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ റെസിപ്പിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ വരാൻ പോവാണ്. കാര്യങ്ങൾ ഫസ്റ്റ് സ്റ്റുഡൻറ്റ് ആരാ വരുന്നേ? വന്നോളൂ. സസ്പെൻസായിട്ട് പ്രേക്ഷകരിരിക്കുകയാണ്, എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ഇവർക്ക് കൊടുത്തിരിക്കുന്ന പാചകക്കുറിപ്പ് എന്ന് പറയുന്നത് 2 ഒന്ന് അവർ ബിസിയാണ്, ഒരു വായനയിലാണ്. ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കണ്ടാണ്. ക്വസ്റ്റ്യനും ആൻസറും എല്ലാം അതിനകത്ത് തന്നെ ഉണ്ട്. എള്ളുണ്ടയും മണ്ടോ എന്ന് പറയുന്ന ഒരു കൊങ്ങിനി സ്വീറ്റുമാണ്. അങ്ങനെ 2 ഐറ്റംസ്. വളരെ സിമ്പിളാണ്, ഒട്ടും വലിയ ട്രിക്കിയൊന്നുമല്ല, പക്ഷേ പാകം നോക്കി ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പോൾ എന്തായാലും അവർക്ക് 2 കാര്യം, മണ്ടോയും എള്ളുണ്ടയും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അങ്ങനെ നമ്മളുടെ ഫൈനൽസും കഴിഞ്ഞിരിക്കുന്നു. കൃഷ്ണ, എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ പെർഫോമൻസ്?
ഫൈനൽ റൗണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു കുറച്ച് ടഫ് റൗണ്ടായിരുന്നു. കാരണം എല്ലാവരും ഒരേ രീതിയിൽ ചെയ്യാനുള്ള ശ്രമിക്കുന്നുണ്ട്. പിന്നെ ടേസ്റ്റ് വൈസ് ആയാലും കാണുമ്പോൾ നല്ല അട്രാക്റ്റീവ് ആണ്. നോക്കാം ടേസ്റ്റ്. പിന്നെ അവർ ടൈമൊന്നും പറഞ്ഞ പോലെ ഒന്നും കീപ്പ് ചെയ്തില്ല. ആക്ച്വലി ആരും കീപ്പ് ചെയ്തില്ല. അതെ അതെ, ഇത്രയും റൗണ്ട്സ് കഴിഞ്ഞിട്ടും അവർ ആ ടൈം എന്നുള്ളൊരു ഫാക്ടർ കീപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും അവർ കാര്യങ്ങളെല്ലാം തയ്യാറാക്കി കഴിഞ്ഞു. കുറച്ച് കൂടുതൽ സമയം എടുത്തിട്ടാണെങ്കിലും പക്ഷേ എല്ലാവരും ഒരുപോലെയായിരുന്നു. എല്ലാവരും കൂടുതൽ സമയം എടുത്ത് ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾ അതൊരു വലിയൊരു നെഗറ്റീവ് ആക്കി എടുക്കുന്നില്ല. ബട്ട് സ്റ്റിൽ ഇനി നമ്മളൊരു വിലയിരുത്തൽ, ഒരു ടേസ്റ്റിംഗ്, പക്ഷേ മാർക്സ് ഇപ്പോൾ ഇല്ല. അത് നമ്മൾ പ്രൈസ് ഗീവിങ്ങിൻ്റെ സമയത്ത് മാത്രം അനൗൺസ് ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്ക് ഓരോരുത്തരെയായിട്ട് വിളിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ അശ്വതി ടേസ്റ്റ്. അശ്വതി മണ്ടോയും എള്ളുണ്ടയും അല്ലേ? മണ്ടോ ആക്ച്വലി പലതും പല സൈസാണ്. ഈവൻ അല്ല. രണ്ടെന്ന് പറഞ്ഞാൽ ഫില്ലിങ് കുറവാണ്. ഇത് കറക്റ്റാണ്, ഇതൊരെണ്ണം. പക്ഷെ ഫില്ലിങ് കുറവാണെങ്കിൽ അതിൻ്റെ മൊരിഞ്ഞത് കറക്റ്റാണ്. ഫില്ലിങ് കുറവാണ്, പക്ഷേ ഇതൊന്നും ആയില്ല. ഈ സൈഡൊന്നും ഒട്ടും ആയിട്ടില്ല. അപ്പോൾ നമുക്ക് പിന്നെ എന്തായാലും മണ്ടോ എങ്ങനെയാണ് അശ്വതി ചെയ്തതെന്ന് കാണാം. റെസിപ്പി എല്ലാം തന്നിരുന്നു. പിന്നെ എള്ളുണ്ടയും 2 കാര്യങ്ങളും കണ്ടു നോക്കാം. നമ്മളുടെ ഫൈനൽ റൗണ്ടാണ്. ഫൈനൽസിലെത്തിയിട്ടുണ്ട്. അതിന് നമുക്ക് കിട്ടിയിരിക്കുന്നത് 2 റെസിപ്പീസാണ്. ഒന്ന് എള്ളുണ്ടയും പിന്നെ ഒന്ന് മണ്ട, ഒരു കൊങ്കിണി സ്പെഷ്യൽ ഡിഷുമാണ്. ഫസ്റ്റ് നമുക്ക് എള്ളുണ്ട ഉണ്ടാക്കാം. ഒരു ചട്ടി വെച്ചിട്ട് 1/2 കപ്പ് വെള്ളം ഞാനിത് മെഷർ ചെയ്ത് വെച്ചതാണ്. നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അതിലേക്ക് 1.5 കപ്പ് ശർക്കര ഞാൻ ചീകിയത് വെച്ചതാണ്. നമുക്ക് അതും ഇട്ട് ചെറു തീയിലിട്ടിട്ട് കുറുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിത് ഏറ്റവും സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് അവിടുന്ന് കുറുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു പാൻ എടുത്ത് ഈ എള്ളൊന്ന് ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് വറുത്തെടുക്കണം. 3 കപ്പ് എള്ള് ഞാനിത് മെഷർ ചെയ്ത് വെച്ചതാണ്. ഞാനിതിലേക്ക് 3 കപ്പ് എള്ളിട്ട് ഇതൊന്ന് നമുക്ക് ഒന്ന് വറുത്തെടുക്കണം. ഒന്ന് ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ. നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ശർക്കരപ്പാനി ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ എല്ലാ സ്ഥലത്തും ഒരേപോലെ ബ്രൗൺ ആയിട്ട് കിട്ടില്ല. നമ്മളുടെ എല്ല് ഏകദേശം ബ്രൗൺ നിറമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഒരു ഒച്ചയൊക്കെ വരുന്നുണ്ട്. നമുക്ക് ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെയാണ്. നമുക്കിനി സിമ്മിലിട്ടിട്ട് വറുത്തെടുക്കാം. നമുക്ക് പദം എടുത്ത് മാറ്റണം ഇതിന്ന്. ഇതിൻ്റെ പത പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കര കൊത്തി വെച്ചിരിക്കുന്ന തേങ്ങ 1/4 കപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ശർക്കര പാവ് കൈമിൽ ഒട്ടുന്ന പാവാകുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നമ്മുടെ എള്ള് ഇവിടെ വറുത്തുകൊണ്ടിരിക്കാം. നമ്മുടെ എള്ള് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ചിലപ്പോൾ ഈ ചട്ടി തന്നെ ഇരുന്നിട്ട് അടിഭാഗം കരിയാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ശർക്കര കയ്യിലൊട്ടുന്ന പാകം എന്നാണ് പറഞ്ഞത്. നമുക്കിത് ഒട്ടുന്ന പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന എള്ള് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കിനി ചൂടോടെ തന്നെ ഉരുട്ടിയെടുക്കണം. നമുക്കിത് കുറച്ചെടുത്ത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമുക്ക് തീ ഓഫ് ചെയ്യണം. നമ്മളുടെ എള്ളുണ്ട റെഡി ആയിട്ടുണ്ട്. മണ്ട ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 2 കപ്പ് പൊടിച്ച മലരാണ് വേണ്ടത്. നമുക്ക് തൽക്കാലം 2 കപ്പ് മലര് ഇതിലേക്ക് ഇടാം. നമുക്ക് മലര് പൊടിച്ചത് 2 കപ്പാണ് വേണ്ടത്. ഞാനിപ്പോൾ ഒരു 3 കപ്പ് മലര് ഇതിലിട്ടിട്ടുണ്ട്. പൊടിച്ചാൽ എത്ര ഉണ്ടാവും എന്നറിയില്ല. നമുക്ക് ഈ മലരൊന്ന് ചെറുതായി ചൂടായ ശേഷമാണ് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കേണ്ടത്. ഇത് മലര് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് 2 കപ്പ് മെഷർ ചെയ്തിട്ട് എടുത്ത് വെക്കാം.
നമ്മളുടെ മലർ എൻ്റെ പൊടി 2 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര 1 കപ്പ് ചേർത്ത് ഇളക്കി വെക്കാം. മൈദ മാവ് 2 കപ്പ് ഞാൻ ഇതോടെ മെഷർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ, ആവശ്യത്തിന് ഉപ്പ്, ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്ക് പരത്തിയെടുക്കുന്ന പോലെ നമുക്ക് ഉരുട്ടിയെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ വെള്ളത്തിൽ ഉപ്പിട്ടിട്ടുണ്ട്. നമുക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ചെറിയ പൂരിയുടെ വലുപ്പത്തിൽ വറുത്തെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് വറുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓയിൽ ഞാൻ ഇതിൽ ഒഴിക്കുകയാണ്. നമ്മളുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇട്ട് ഇനി ഇത് ബാഗ് പോലെ ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 4 മടക്കിയ പൂരിയുടെ 2 മടക്കുകളുടെയും പോക്കറ്റ് പോലെ കോണാകൃതിയിലാക്കുക. നമുക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കണം. ഇങ്ങനെ 2 പോക്കറ്റിലും വെക്കണം. ഫസ്റ്റ് ടൈമാണ് ഞാൻ എള്ളുണ്ടയും മണ്ട ഉണ്ടാക്കുന്നത്. പക്ഷേ മാമിൻ്റെ റെസിപ്പി വെച്ചിട്ട് ഞാൻ ആ റെസിപ്പി പറഞ്ഞ പ്രകാരം ഫോളോ ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് ജഡ്ജസിൻ്റെ അടുത്ത്. ഓക്കെ ടേസ്റ്റിംഗ്. പ്രാക്ടിക്കലി അകത്തൊന്നും ഇല്ലാത്ത പോലെ. എന്ത് പറ്റി? അവിടെ പോയി അകത്തൊന്നും കണ്ടില്ലല്ലോ. നത്തിങ് ഇൻസൈഡ്. വെച്ചിട്ടുണ്ട് ഞാൻ. എല്ലാത്തൊന്നുമില്ല, എല്ലാത്തൊന്നുമില്ല. ഇവിടെ മാത്രം വെച്ചിട്ടുള്ളൂ. ഇല്ല, ഏതാണ് ഈ വൈറ്റ് കളർ ഭാഗത്ത് എന്തെങ്കിലും കുറച്ചെങ്കിലും കാണണ്ടേ? ഈ സൈഡിലൊന്നും ഇല്ല. അതാ നോക്ക്, പഫ് പേസ്ട്രി പോലെ ഒന്നും ഇല്ലാത്തൊരു സാധനം. അതിനകത്ത് ഏതാണ്ടൊരു ശകലം പേസ്റ്റി ആയിട്ടിരിക്കണം. കുറച്ച് സ്പൂണിന് ഫുൾ ഇട്ടായിരുന്നു. പേരിന് വേണ്ടി ഞാനൊരു സ്പൂൺ ഫുൾ ഇട്ടുണ്ടായിരുന്നു. സഫീഷ്യൻറ്റ് ക്വാണ്ടിറ്റി ഇല്ല, അത് പേസ്റ്റി ആയിരിക്കുന്നു. അതാണ്. അതുപോലെ ഒരുപാട് നെയ്യ് ഉപയോഗിച്ചു. കുറച്ച് കൂടുതൽ നെയ്യിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്ന ഞാൻ കണ്ടു. കുറച്ച് കൂടുതൽ 3 ടേബിൾ സ്പൂണാണ് പറഞ്ഞിരുന്നത്. 3 ഇട്ടിട്ടുള്ളൂ. ആൻഡ് ദിസ് സൈഡിലൊന്നുമില്ല. ഇത് ഉറപ്പായിട്ടൊന്നുമില്ല. അതെ, എല്ലാം പോയി ഉണ്ടായിരുന്നില്ല, അത്രയ്ക്ക് കുറവായിരുന്നു ക്വാണ്ടിറ്റി. ഇതല്ല അതിൻ്റെ കറക്റ്റ് ടെക്സ്ചറും ഇതും. എള്ളുണ്ടോ സെയിം ഫോളോ ചെയ്താണല്ലേ റെസിപ്പി ഫോളോ ചെയ്തത്. എള്ളുണ്ട കുറച്ച് ഡ്രൈ ആണ്, ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് സ്മിതയെ വിളിക്കാം. സ്മിത വരും. സ്മിത എള്ളുണ്ട മണ്ട അല്ലേ? എല്ലാവർക്കും സെയിം റെസിപ്പി. ഒരു ഫിനിഷിംഗ് ഉണ്ട് എള്ളുണ്ടയ്ക്ക്, ഷേപ്പും സൈസും ഒക്കെ. എന്നിട്ട് മണ്ടോയും വലിയ കുഴപ്പം തോന്നുന്നില്ല. ഫില്ലിംഗ് എല്ലാം ആവശ്യത്തിനുണ്ടോ?
പുറത്ത് അത്യാവശ്യം ക്രിസ്പിയാണ്. ഇങ്ങനെ മനസ്സിലായില്ലേ? ഇതെല്ലാം ഒന്ന് കണ്ടു നോക്കട്ടെ ഞങ്ങൾ. സ്മിത എങ്ങനെയാണ് ഈ മണ്ടോയും എള്ളുണ്ടയും തയ്യാറാക്കിയെന്ന് കണ്ടു നോക്കാം. ഞാൻ ആദ്യം ഇവിടെ മണ്ടോ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതൊരു കൊങ്കിണി സ്പെഷ്യൽ സ്നാക്കാണെന്നാണ് നമുക്കിവിടെ തന്നേക്കുന്ന ഇൻഫോ. അപ്പം ആദ്യം ഇതിനാണെങ്കിൽ നമുക്കാണെങ്കിൽ ചപ്പാത്തി മാവ് കഴിക്കുന്നത് നമുക്ക് മാവ് ഉണ്ടാക്കി വെക്കണം. എന്നിട്ട് നമ്മൾ പൂരി പോലെ പരത്തി ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാനാണെങ്കിൽ ഈ ഒരു മെഷർമെൻ്റ് എന്ന് വെച്ചാൽ 2 കപ്പ് മൈദ, പിന്നെ 1 ടേബിൾ സ്പൂൺ എണ്ണ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വെള്ളവും ചേർത്ത് കുഴയ്ക്കുന്നതാണ് ഈ മാവ്. നമ്മൾ ഈ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ വേണം ഇത് കുഴയ്ക്കാൻ. മണ്ടോയുടെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് 2 കപ്പ് മൈദ ചെറുതായിട്ടൊന്ന് ചൂടാക്കി നമുക്ക് പൊടിച്ചെടുക്കാം. നമ്മുടെ മലര് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇത് പൊടിച്ച് വെച്ചേക്കുന്ന മലര് നമുക്കാണെങ്കിൽ 1 കപ്പ് പഞ്ചസാര ഓൾറെഡി പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മിക്സ് ചെയ്യാം. ഇത് ഈ മലരും പഞ്ചസാര നല്ലോണം യോജിച്ച് വെക്കാൻ വേണ്ടി നമുക്കൊന്ന് അരിപ്പയിലിട്ടൊന്ന് അരിച്ചങ്ങ് എടുക്കാം. റെസിപ്പി പറഞ്ഞതുപോലെ 2 കപ്പ് മലര് പൊടിച്ചത് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് മണ്ടോ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പൂരി പോലെ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് ഫില്ലിംഗ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. അതായിട്ട് നമുക്ക് ചെയ്തു വെക്കാം. ഇവിടെ എള്ളുണ്ടയ്ക്കുള്ള എള്ള് വറക്കുവാണ്. ഇവിടെ ഞാൻ 3 കപ്പ് എള്ളാണ് എടുത്തേക്കുന്നത്, വെളുത്ത എള്ള്. അതൊന്ന് ചുമ്മാ ലൈറ്റായിട്ടൊന്നൊന്ന് ഇതിലൊന്നും ചേർത്തിട്ടില്ല, ലൈറ്റായിട്ടൊന്നൊന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നതിന് വരെ ഇത് വറുത്തെടുക്കണം. ഇനി നമുക്ക് എള്ളുണ്ടയ്ക്ക് വേണ്ടിയാണ് ഇത്. 1.5 കപ്പ് ശർക്കര ചീവിയത് 1/2 കപ്പ് വെള്ളത്തിൽ ഇട്ട് ചീകുന്നതാണിത്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് തേങ്ങാക്കൊത്തിട്ട് ഒരു 1/4 കപ്പ് തേങ്ങാക്കൊത്തിട്ടിട്ടുണ്ട് ഇതിലേക്ക്. ഇനി ഇത് ഇളക്കി ഇതൊരു നൂൽ പരുവാവണം.
പരുവാകുമ്പോഴത്തേക്കാണ് നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന എള്ള് ഇതിനകത്തോട്ടിട്ട് പിന്നെ അതോട് തന്നെ നമ്മൾ ചെറിയ ഉരുട്ടിങ്ങ് എടുക്കുവാണ്. ഇത് നൂൽ പരുവാവണം. നമുക്കിതിലേക്ക് നമുക്ക് ഈ എള്ളിടാം. അങ്ങനെ ഞങ്ങളുടെ ഫൈനൽ റൗണ്ടിലെ ഡിഷസായ എള്ളുണ്ടയും മണ്ടോയും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അത് നമുക്ക് ഇത് എള്ളുണ്ടെന്ന് പറയുന്നത് നമ്മുടെ നാടൻ ഡിഷ് തന്നെയാണ്. പക്ഷേ മണ്ടോ എന്ന് പറയുന്നത് ഒരു കൊങ്കണി ഡിഷാണ്. അപ്പം ഇത് നമ്മുടെ നോർമൽ പൂരി പോലെ ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് മലരും പഞ്ചസാരയും കൂടെ ഫില്ല് ചെയ്ത് വെക്കുന്നതാണ്. എള്ളുണ്ട നമ്മുടെ നോർമൽ എള്ളുണ്ടയും ശർക്കര പാനിയും പിന്നെ തേങ്ങാക്കൊത്തും കൂടി ഇട്ടുണ്ടാക്കുന്നതാണ്. ഇതുവരെ എത്തിയത് വളരെ സന്തോഷമുണ്ട്. നമുക്കിനി ജഡ്ജസിന് പ്രസൻറ്റ് ചെയ്യാം. ഓക്കെ, കണ്ടു. അപ്പം നമുക്ക് ആദ്യം മണ്ടോ നോക്കാം. മണ്ടോയുടെ അകത്തെ ഫില്ലിങ് കാര്യങ്ങളെല്ലാം. ഇറക്കിയിട്ടില്ല, കുഴപ്പമില്ല. എള്ളുണ്ട തിരക്കെടുത്തു ഒരു വിധം നന്നായിട്ട് നോക്കാം. ഇനി നമുക്ക് നകുലിനെ വിളിക്കാം. നകുൽ വരും. ഓക്കെ, നകുലിൻ്റെ എള്ളുണ്ട കുറച്ച് കുഴപ്പമില്ല അല്ലേ, പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. എനിവേ, ഇനി മണ്ടോടെ കാര്യം നോക്കാം. യെസ്, സൈസൊക്കെ നല്ല കാര്യമായിട്ടുണ്ട്, നിറച്ച് ബില്ലിങ്ങൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഏതായാലും ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പം നകുൽ തയ്യാറാക്കിയ ഈ രണ്ട് വിഭവങ്ങളും എങ്ങനെയാണ് നകുല മണ്ടോയും എള്ളുണ്ടയും തയ്യാറാക്കിയത് കാണാം. ഇന്ന് കിച്ചൺ മാജിക്കിൻ്റെ ലാസ്റ്റ് റൗണ്ടാണ്. ഞാനിപ്പോൾ ഫൈനൽസിലാണ്. ഇതിനകത്ത് ഞങ്ങൾക്കൊരു റെസിപ്പി റൗണ്ടാണ് തന്നേക്കണേ. അതിനകത്ത് ഫസ്റ്റ് നമുക്ക് ഉണ്ടാക്കേണ്ടത് എള്ളുണ്ടിയാണ്. അതിന് ആവശ്യമായ എള്ള് ഒരു 3 കപ്പ് എള്ള്, ഒരു 3 കപ്പ് എള്ള് ചെറിയ തീയിൽ വറുത്തെടുക്കണം. ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ വറക്കണം. ഇപ്പോൾ 3 കപ്പ് എള്ളുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടെടുക്കണം, എന്നാലേ എല്ലായിടത്തും ഈവനായിട്ട് ബ്രൗൺ കളർ ആവുള്ളൂ. ഇനി വേറൊരു സ്ഥലത്ത് നമുക്ക് കുറച്ച് ജാഗരി മെൽറ്റ് ചെയ്യാം. അതിന് വേണ്ടത് 1/2 കപ്പ് വെള്ളം. 1/2 കപ്പ് വെള്ളത്തിൽ നമുക്ക് 1.5 കപ്പ് ജാഗരി ആഡ് ചെയ്യാം. അതും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതും ചെറിയ തീയിലേ പാടുള്ളൂ. ഇത് ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. വേറെ പ്രത്യേകിച്ച് ഇപ്പോൾ പണിയൊന്നുമില്ല, ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക എന്നല്ലാണ്ട്. സൈഡിൽ ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ശർക്കര ഇപ്പോൾ നല്ല ക്ലീനായിട്ട് നല്ല സ്മൂത്ത് ടെക്സ്ചറിൽ വന്നിട്ടുണ്ട്. ഇനി ചോപ്പ് ചെയ്ത 1/4 കപ്പ് കോക്കനട്ട് ചോപ്ഡ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ എള്ള് ഓൾമോസ്റ്റ് ഒരു ബ്രൗൺ കളർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. നമ്മളുടെ ഇപ്പോൾ ജാഗറിയും കോക്കനട്ടും ആയിട്ടുള്ള സിറപ്പ് ഇതിനകത്തേക്ക് ഗോൾഡൻ ബ്രൗൺ ആയ എള്ളിലേക്ക് ആഡ് ചെയ്തു. ഇത് നല്ല ചൂടോടെ തന്നെ ബോൾസ് ആക്കി എടുക്കണം, അല്ലെങ്കിൽ പിന്നെ എടുക്കാൻ പറ്റില്ല.
ഞാനിപ്പോൾ തൽക്കാലം എൻ്റെ ഒരു പൈപ്പിംഗ് ബാഗ് ഞാൻ ഗ്ലൗസ് ആയിട്ട് യൂസ് ചെയ്യാം. അതുകൊണ്ട് ചുരുട്ടാൻ പറ്റുമോ നോക്കട്ടെ. ഒരുവിധം പാകമായിട്ടുണ്ട്. എനിക്ക് ചുരുട്ടാൻ പറ്റുന്നുണ്ട്. എള്ളുണ്ടേൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഡിഷിൻ്റെ പണി നോക്കാം. അടുത്ത് നമുക്ക് മണ്ട ഉണ്ടാക്കാം. അതിനാവശ്യമുള്ളത് 2 കപ്സ് മൈദ, 1 ടേബിൾ സ്പൂൺ ഓയിലാണ് പറഞ്ഞേക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം. ഇതൊരു ചപ്പാത്തീൻ്റെ ഒരു ഡോ കുഴക്കണ പോലെ കുഴച്ചെടുക്കുക. പിന്നെ കുറച്ച് സോൾട്ടും വേണം ടേസ്റ്റിന് വേണ്ടി. ചപ്പാത്തിൻ്റെ ഇതുപോലെ ഒരു സോഫ്റ്റ് ഇതാക്കി എടുക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി, കൂടുതലാകരുത്. ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. മലര് ആദ്യം നമ്മളൊന്ന് വെറുതെ ഫ്രൈങ് പാനിൽ ഓയിലൊന്നും ഇല്ലാണ്ട് വെറുതെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ആ സമയത്ത് നമ്മുടെ ഡോ സെറ്റാക്കി എടുക്കാം. പൊടിക്കും കൂടെ വെള്ളം മതി. ഇതിന് പൊടിക്കാനുള്ള കാരണം ഒന്ന് ഫ്രൈ ചെയ്യണത്. ചപ്പാത്തി ഡോയിലേക്ക് ലാസ്റ്റ് ഫിനിഷിന് മുമ്പ് കുറച്ച് ഓയിൽ. നമ്മുടെ ഡോ ശരിയായിട്ടുണ്ട്. നമുക്ക് ഈ വറുത്ത മലരൊന്ന് പൊടിച്ചെടുക്കാം. ഇനി 2 കപ്പ് പൊടിച്ച മലര്, ഈ പൊടിച്ച മലരിലേക്ക് നമുക്ക് ഒരു കപ്പ് പഞ്ചസാര ആഡ് ചെയ്യാം. മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. എന്നിട്ട് ഫുള്ളി ഫ്രൈ ചെയ്യണ്ട. ഈ ചപ്പാത്തി പരത്തുന്ന നന്നായി പരത്തിയെടുക്കണം. നമുക്കിനി പരത്തി വെച്ചേക്കുന്നത് ഒന്ന് വെറുതെ എണ്ണയിൽ മുക്കിയെടുക്കുക. അധികം കുക്കാവാൻ പാടുള്ളത്. ഇനി നമുക്ക് ഈ നേരത്തെ ഹാഫായിട്ട് ഫ്രൈ ചെയ്ത ഡോ ഇതേപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാം ഒരു 4ആയിട്ട്. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഈ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് ഇട്ട് കൊടുക്കാം. എല്ലാ വറുത്ത് വെച്ചതും നമുക്ക് ഇതേപോലെ ഫില്ല് ചെയ്ത് വെക്കാം. ഒരു ഫ്രൈങ് പാനിൽ കുറച്ച് ഗീ ഒഴിച്ചിട്ട് ഒന്ന് ഡബിൾ സൈഡും ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഗ്യാപ്സ് എല്ലാം അപ്പോൾ ക്ലോസ് ആയി വരും. ഈ ഷുഗർ ആക്ച്വലി മെൽറ്റ് ചെയ്തിട്ട് ഈ ഗ്യാപ്സ് എല്ലാം നന്നായി ക്ലോസ് ആക്കി വരും. നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ആ ഗ്യാപ്സൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്തിരിക്കുള്ളൂ. ഗ്യാപ്സൊക്കെ ശരിക്കും ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് ഫ്രൈ ആവാൻ നിൽക്കരുത്. ഈ ഒരു ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. ഒന്ന് വെന്ത് കിട്ടിയാൽ മതി 2 സൈഡും. ഓൾറെഡി നേരത്തെ വെന്തതാ. നമ്മുടെ മണ്ടവും എള്ളുണ്ടയും റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ കിച്ചൺ മാജിക് സീസൺ 3യുടെ ലാസ്റ്റ് എപ്പിസോഡിലാണ്, ഫൈനൽസിലാണ്. ഇത് ഇനി ജഡ്ജസിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്തിട്ട് എൻ്റെ റിസൾട്ട്സ് അറിയാം.
ഓക്കെ, നോക്കട്ടെ. Sure. നിറച്ച് ഫില്ലിങ് വേണം, എന്നാലും അതിൻ്റെ ടേസ്റ്റ് വരുമോ? ആവശ്യത്തിനുണ്ട്. ഫില്ലിങ് ഉണ്ട്, പുറമേ ആ ക്രിസ്പിനെസ് ഉണ്ട്. ഇനി എള്ളുണ്ട അത്രയും ഉറച്ചിട്ടില്ല. അതിന് സമയം എടുക്കുമായിരിക്കും ചിലവിടെ. ടേസ്റ്റ് ഉണ്ട്, നോട്ട് ബാഡ്, ഗുഡ്. ഇനി നമുക്ക് രശ്മിയെ വിളിക്കാം. ഓക്കെ, രശ്മി. അങ്ങനെ രശ്മിയും മണ്ടോ ആൻഡ് എള്ളുണ്ടയൊക്കെ ഇത്രയും വലിയൊരു പാടുള്ള സംഭവമാണെന്നൊക്കെ വിചാരിച്ചിട്ടില്ല അല്ലേ? ഉണ്ടാക്കാൻ നോക്കിയിട്ടുമില്ല, എള്ളുണ്ട ശ്രമിച്ചിട്ടില്ല. മണ്ടോയും ആദ്യമായിട്ട് ചെയ്യല്ലേ? ഓക്കെ, ഫസ്റ്റ് അറ്റംപ്റ്റ്. നന്നായിട്ട് അലങ്കരിച്ച് കൊണ്ടുവന്നിട്ടുണ്ടല്ലേ? കാണാനും വലിയ ലുക്കൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, നോക്കാം. ഓക്കെ, എന്തായാലും ഞങ്ങളൊന്ന് കണ്ടു നോക്കട്ടെ. രശ്മി എങ്ങനെയാണ് എള്ളുണ്ടയും മണ്ടോ എന്നുള്ള ഈ പലഹാരവും തയ്യാറാക്കിയെന്ന് കണ്ടിട്ടുണ്ട്. എള്ളുണ്ടയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: വെളുത്ത എള്ള് 3 കപ്പ്, പിന്നെ ശർക്കര ചീകിയത് 1.5 കപ്പ്, വെള്ളം 1/2 കപ്പ്, തേങ്ങ ചെറുതായി കൊത്തിയത് 1/4 കപ്പ്. ഇത്രയും ഐറ്റങ്ങൾ വേണ്ടു. അപ്പോൾ ആദ്യം നമുക്ക് എള്ളൊന്ന് വറുത്തെടുക്കണം, ഇളം ബ്രൗൺ നിറമാകുന്നവരെ. അതിന് വേണ്ടിയിട്ട് എള്ള് വറക്കാൻ വയ്ക്കാം. 3 കപ്പ് എള്ളാണ് പറഞ്ഞേക്കുന്നത്. വെളുത്ത എള്ളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി നമുക്കത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അതിനൊപ്പം തന്നെ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് 1.5 കപ്പ് ശർക്കര ഒന്ന് ഉരുക്കാൻ വെക്കണം. 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. തേങ്ങ ചെറുതായി കൊത്തിയത് 1/4 കപ്പ് കൂടെ വേണം. ചെറു തീയിലിട്ട് കുറുക്കുക. ഇതിൻ്റെ മുകളിൽ പതഞ്ഞു വരുന്നത് സ്പൂൺ കൊണ്ട് കോരി മാറ്റണം. എള്ള് നമുക്കൊരു ഇളം ബ്രൗൺ നിറാവുന്ന വരെയാണ് വറുക്കേണ്ടത്. അപ്പോൾ ഇത് ഇളം ബ്രൗൺ നിറം ആയിട്ടുണ്ട്. ഇനി ഇവിടെ ശർക്കര നമുക്ക് ഒട്ടുന്ന പരുവാവണം. ഇതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം, 1/4 കപ്പ്. ഇത് നന്നായി കുറുകിയിട്ടുണ്ട്, ഒട്ടുന്ന പരുവായിട്ടുണ്ട്. ഇതാ, അപ്പം നമുക്ക് ഈ എള്ള് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വേഗം ഇളക്കണം. ഇത് നമുക്ക് കുറച്ച് ചൂടോടെ തന്നെ ഉരുട്ടിയെടുക്കണം, അല്ലെങ്കിൽ പിന്നെ ഉരുട്ടാൻ കിട്ടില്ല. ഇത് എല്ലാ ഭാഗത്തും നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കണം. ഒരു 2 മിനിറ്റ് ഒന്ന് തണുത്തോട്ടെ, അല്ലെങ്കിൽ ഇത് ഒരുപാട് ചൂടാണ്, നമുക്ക് ഉരുട്ടാൻ പറ്റില്ല. ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാം. മണ്ട തയ്യാറാക്കാനായിട്ട് ആദ്യം റെസിപ്പിയിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ചപ്പാത്തി മാവ് തയ്യാറാക്കാനാണ്. മൈദമാവ് കൊണ്ട് 2 കപ്പ് മൈദമാവ്, 1 ടേബിൾ സ്പൂൺ എണ്ണ, ആവശ്യത്തിന് ഉപ്പ്, വെള്ളം, ഇത്രയും ചേർത്തിട്ടാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കുകയാണ്. റിഫൈൻഡ് ഓയിലാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർക്കാം.
ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്കിത് ചപ്പാത്തി മാവ് പോലെ കുഴച്ചെടുക്കാം. ഒരു ചപ്പാത്തി മാവ് പോലെ ഇത് കുഴയ്ക്കണം. ഒരുപാട് സോഫ്റ്റ് ആവാനും പാടില്ല, എങ്കിൽ നമുക്ക് പരത്താൻ ബുദ്ധിമുട്ടാവും. ഇനി നമുക്ക് മലര് പൊടിച്ചത് 2 കപ്പ്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ചധികം മലര് എടുത്തൊന്ന് ചൂടാക്കി പൊടിക്കാം. എന്നിട്ടത് നമുക്ക് മെഷർ ചെയ്യാം. ചെറുതായിട്ടൊന്ന് ചൂടാവണം, എന്നാലേ ഇത് പൊടിയുള്ളൂ. അപ്പോൾ അതല്പം ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു മിക്സിയിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ മലര് പൊടിഞ്ഞിട്ടുണ്ട്. 1 കപ്പ് പൊടിച്ച പഞ്ചസാരയിലേക്ക് 2 കപ്പ് മലര് പൊടിച്ച് ഞാൻ ചേർക്കാൻ പോവാണ്. പൊടിച്ച പഞ്ചസാരയും മലര് പൊടിച്ചതും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ചപ്പാത്തി മാവ് കൊണ്ട് പൂരി പോലെ പരത്തിയെടുക്കണം. നെല്ലിക്ക വലിപ്പത്തിലുള്ള ഉരുളകളാക്കി എടുത്തിട്ട് ഇത് നമുക്ക് ഒരു പൂരിയുടെ വലിപ്പത്തിൽ പരത്തിയെടുക്കണം. ഈ ചപ്പാത്തികൾ പൂരികൾ നമുക്കൊന്ന് വറുത്തെടുക്കണം. ചെറുതായിട്ട് വറുത്താൽ മതി, ഒരുപാട് മൂക്കണ്ട. അധികം മൂക്കണ്ട, മൂക്കാതെ വറുത്ത് കോരുക. പൂരികൾ നമ്മൾ 4ആയിട്ട് മടക്കണം. എന്നിട്ട് പൂരിയുടെ 2 മടക്കുകളുടെയും ഉള്ളിൽ മലർപ്പൊടി മിശ്രിതം കൊണ്ട് കോരി നിറച്ച ശേഷം അരികുകൾ അമർത്തുക. ഒരു തൂവാല മടക്കുന്ന പോലെ 4ആയിട്ട് മടക്കാം. ഇനി ഈ 2 മടക്കുകളുടെ ഇടയിലേക്ക് ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് അങ്ങനെ അമർത്തി കൊടുക്കണം. എന്നിട്ട് തവയിലേക്ക് വെക്കുക. പിന്നെ ഇത് ഒന്ന് ചൂടാവുമ്പോൾ ആ നെയ്യ് നമ്മൾ അല്പം തൂക്കി കൊടുക്കും. നമുക്ക് ആദ്യമേ കുറച്ച് നെയ്യ് തവയിൽ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മേലേക്ക് അല്പം തൂക്കി കൊടുക്കാം. ഇനി അടുത്ത പൂരി നമുക്കെടുത്ത് ഇതുപോലെ 4ആയിട്ട് മടക്കി ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഫില്ലിംഗ് വെച്ചു കൊടുക്കാം. ഇതൊന്ന് മറിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ടുണ്ട്. അങ്ങനെ 2 ഭാഗവും നന്നായി മൂത്ത് വരുമ്പോൾ അടുത്ത മണ്ടോയും നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് അമർത്തി കൊടുക്കണം. ഇതിൻ്റെ അരികളെല്ലാം നന്നായി മൂപ്പിച്ചു കൊടുക്കണം.
അങ്ങനെ ഞങ്ങളുടെ ഫൈനലും കഴിഞ്ഞിരിക്കുകയാണ്. ഇതാ ഞങ്ങളെല്ലാവരും മണ്ടോയും എള്ളുണ്ടയും കൊണ്ട് റെഡിയായി നിൽക്കുകയാണ്. ഇനി ഞങ്ങൾ ജഡ്ജസിനോട് ചോദിക്കാം, എന്നിട്ട് നമുക്ക് എന്താണ് ഫൈനൽ റിസൾട്ട് എന്ന് അറിയാം. മണ്ടോ ഇപ്പോൾ വലിയ ഫേമസ് ആയി കഴിഞ്ഞു. നിങ്ങളുടെ ഫൈനലിൽ കയറിയ സ്ഥിതിക്ക് ഫൈനലിൻ്റെ സ്റ്റാറാണ് മണ്ടോ. സ്റ്റാർ ഓഫ് ദ ഫൈനൽ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ്. അല്ലേ, കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എല്ലാവരും ഒരേ സാധനമല്ലേ, ഒരേ സാധനം ഒരേ റെസിപ്പി നോക്കിയിട്ട് ചെറിയ പാകപ്പിഴകൾ മതിയല്ലോ. അതെ അതെ, അത് കറക്റ്റാണ്. ഞങ്ങളൊന്ന് നോക്കട്ടെ. പുറമേ കുഴപ്പമില്ല. അത്യാവശ്യം ഫില്ലിംഗ് ഒക്കെ ഉണ്ട്. കുഴപ്പം ഇനി എള്ളുണ്ട. ഭയങ്കര പെർഫെക്റ്റ് ഒന്നും പറയാൻ പറ്റില്ല, കുഴപ്പമില്ല, തെറ്റില്ല. ഇത് നന്നായിട്ട് വന്നു. അങ്ങനെ നമ്മളുടെ ഫൈനൽ റൗണ്ട് ഓഫ് കോമ്പറ്റീഷൻ കഴിഞ്ഞിരിക്കുകയാണ്. കൗള കിച്ചൺ മാജിക് സീസൺ 3യുടെ പരിസമാപ്തി. എന്നാൽ ഇതിൻ്റെ റിസൾട്ട് എന്താണ് എന്നറിയാനുള്ളൊരു ആകാംക്ഷ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉണ്ടാവും. കുറച്ച് കാത്തിരിക്കുകയാണ്. കാരണം റിസൾട്ട് ഇപ്പോഴല്ല അനൗൺസ് ചെയ്യുന്നത്. ഇതിനോടനുബന്ധിച്ച് ഒരു ഗ്രാൻഡ് ഫിനാലെ ഉണ്ട്. ഗ്രാൻഡ് ഫിനാലെ എന്ന് പറയുന്ന ആ ചടങ്ങിൽ വെച്ചിട്ട് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതാണ്. ഒക്ടോബർ 2-ാം തീയതി സംപ്രേഷണം ചെയ്യുന്ന ഗ്രാൻഡ് ഫിനാലെ മറക്കാതെ കാണുക. കൗള കിച്ചൺ മാജിക് സീസൺ 3യുടെ വിജയികൾ ആരൊക്കെയാണെന്ന് അന്ന് പ്രഖ്യാപിക്കും. അപ്പോൾ തീർച്ചയായിട്ടും കാണണം. എന്തായാലും ഈ സീസണിൽ കൗള കിച്ചൺ മാജിക് സീസൺ 3 ഇത് നെഞ്ചിലേറ്റിയ നല്ലവരായ പ്രേക്ഷകർ, നിങ്ങളെ ഒന്നും ഞങ്ങൾക്ക് മറക്കാൻ സാധിക്കില്ല. കാരണം ഇത്തരം പരിപാടികൾ, പ്രത്യേകിച്ച് പറഞ്ഞാൽ ഈ പാചക പരിപാടി, ഇത് സീസൺ 3 ആണ്. ഇതിൻ്റെ ഓരോ സീസണും നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചത് കൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മൾ ഇത്തരം ഒരു കോമ്പറ്റീഷൻ നടത്താൻ തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ കാര്യങ്ങളാണ് ഇത്തരം പല പല റൗണ്ട്സും, ഇത്തരം ഒരു കോമ്പറ്റീഷനും അല്ലെങ്കിൽ ഒരു മത്സരം. അപ്പോൾ പാചകം എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത കാര്യവുമാണ് പാചകം. ഭക്ഷണം കഴിക്കുക മാത്രമല്ല, ഭക്ഷണം പാകം ചെയ്താലും ഇപ്പോൾ പഴയ രീതികളൊന്നുമല്ല. വീട്ടിലെ സ്ത്രീകൾ മാത്രമല്ല പാചകം ചെയ്യുന്നത്, പുരുഷന്മാരും വീട്ടിലെ കുട്ടികളും എല്ലാവരും തന്നെ പങ്കെടുക്കുന്ന രീതിയാണ്. അപ്പോൾ പാചകത്തിന് ഇത്രത്തോളം പ്രാധാന്യമുള്ളപ്പോൾ ഒരു കുടുംബജീവിതത്തിൽ തീർച്ചയായിട്ടും ഇത്തരം പാചക മത്സരങ്ങൾക്ക് പ്രസക്തിയുണ്ട്. എന്തായാലും തുടർന്നും ഇനിയുള്ള ദിവസങ്ങളിലും ഞങ്ങൾ ഇത്തരം സംരംഭങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ പ്രേക്ഷകരായ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എന്തായാലും ഈ കൗള കിച്ചൺ മാജിക് സീസൺ 3ക്ക് നിങ്ങൾ നൽകിയ സ്വീകരണം ഞങ്ങൾ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. എന്തായാലും ഗ്രാൻഡ് ഫിനാലിൽ വെച്ച് വീണ്ടും കാണാം. അതുവരെ